നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് MGR എന്ന, അതായത് ഇന്ത്യയിലെ തന്നെ മഹാനടൻ എന്ന് ഖ്യാതി കേട്ട, നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ശ്രീ MGRന്റെ സ്വന്തം വീട്ടിലാണ്. എല്ലാവരുടെയും വിചാരം അദ്ദേഹം ഒരു തമിഴനാണ് എന്നാണ് എല്ലാവരും വിചാരിച്ചിട്ട്. പക്ഷേ അദ്ദേഹം ഒരു മലയാളിയാണ്. പാലക്കാട് ജില്ലയിലുള്ള വടവന്നൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ കൊച്ചു വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഇവിടെ നിന്നാണ് ജനിച്ചു വളർന്ന് ഇന്ത്യ അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന ഒരു മഹാനടനായിട്ട് മാറിയത്. നമ്മളിപ്പോൾ ഇവിടെ വന്ന് എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം MGRന്റെ പേരുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജീവകാരുണ്യ പ്രവർത്തകനുള്ള അവാർഡ് നേടിയിരിക്കുന്നത് മലയാളിയായ ജീവകാരുണ്യ പ്രവർത്തകനായ മഹേഷ് വടക്കേഞ്ചേരിക്കാണ് അതിന് അർഹനായിരിക്കുന്നത്. അതിന്റെ ഫംഗ്ഷനാണ് നടക്കുന്നത്. കാണാം ബാക്കിയുള്ള വിശേഷങ്ങൾ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അവാർഡ് ഒരാൾക്ക് കിട്ടുന്നത്. മഹാനടൻ MGRന്റെ പേരിലുള്ളത് എന്ന് തോന്നുന്നു. വളരെ സന്തോഷം. എനിക്ക് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇത് എനിക്കൊരു അവാർഡ് ഒരു ജീവകാരുണ്യ പ്രവർത്തകന് കിട്ടുന്ന ഏറ്റവും വലിയ, അതായത് ലോകത്തെ ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് ഞാനിത് കാണുന്നത്. MGR സാറിന്റെ ആ ഒരു ഭവനത്തിൽ നിന്നും, ആ മണ്ണിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്ത് എനിക്കൊരു അവാർഡ് കിട്ടിയാൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ന് കേരളത്തിന്റെ രാമചന്ദ്രൻ സാർ ആണെങ്കിൽ പോലും ഒരു തമിഴകത്തിന്റെ ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് MGR സാർ എന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു തമിഴ് ജനതയ്ക്ക് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ ആ ഒരു ജീവകാരുണ്യ പ്രവർത്തനം, മനുഷ്യനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അദ്ദേഹം ഈ ലോകത്തിനൊരു മാതൃകയായ ഒരു വ്യക്തിയാണ് നമ്മുടെ MGR സാർ. അതുപോലെ തന്നെ നമ്മുടെ MGR ഒരുപാട് നടന്മാര്, ഒരുപാട് ഭരണ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും നമുക്കൊന്നറിയാം, തെലുങ്കിലെ MD രാമറാവു സാർ. അദ്ദേഹവും രാഷ്ട്രീയവും സിനിമയും ഒരേപോലെ അഭിനയിച്ച ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ MGR സാർ രാഷ്ട്രീയത്തിലും സിനിമയിലും ഒരുപോലെ വന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ MGR സാർ ഇന്നും നമ്മുടെ മനസ്സിൽ, ഈ ലോകത്തിന്റെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നത് പോലും ഒരു അനുഭവത്തിന്റെ ഒരു പാഠമാണിതല്ല. നമ്മൾ ഇതിലൂടെ ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം ഞാൻ എൻ്റെ 98 ഞാൻ ആദ്യമായി നമ്മുടെ MGR സാറിന്റെ ഒരു സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്റെ തോന്നിയ ആ മനസ്സ്, പക്ഷെ ദൈവം എല്ലാം ചുറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെ 5000-ഓളം അനൗൺസ്മെന്റ് ഡെയിലി നടക്കുന്നുണ്ട് MGR സാറിന്റെ റെയിൽവേ സ്റ്റേഷനിൽ. അതുപോലെ ഒലവക്കോടും അതുപോലെ തന്നെ. അങ്ങനെ എവിടെയും അവസാനമില്ലാത്ത, നിലയ്ക്കാത്ത പ്രഭാഗമാണ് ഈ MGR സാർ എന്ന് പറയുന്ന നമ്മുടെ മലയാളിയുടെ MG രാമചന്ദ്രൻ സാറിന്റെ ഭവനത്തിലാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാൻ എൻ്റെ കേരളത്തിലെ ജനതയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും വളരെ സ്നേഹാദരവോടുകൂടി കാണുന്ന MGR സാറിന്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, അതുപോലെ മറ്റെല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഇന്നത്തെ ഈ ഒരു ദിവസം മലയാളികളെ സംബന്ധിച്ച് മാത്രമല്ല, തമിഴ്നാടിനെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഒക്കെ വളരെ സുപ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ട് നമ്മളെല്ലാവരും കാണുന്ന ഒരു ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതം നമ്മളെ പലപ്പോഴും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് നമ്മൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന മേഖലകളിൽ ആയിരിക്കണമെന്നില്ല. പല വ്യത്യസ്ത മേഖലകളിൽ എത്തിപ്പെടുക എന്നുള്ളത് ലോകത്തിൻ്റെ, പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പം അങ്ങനെ എത്തിപ്പെടുന്ന ആ സ്ഥലത്തൊക്കെ ശോഭിക്കാൻ കഴിയുക എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും സാധിക്കാറില്ല. ഇപ്പൊ നമ്മുടെ വടവന്നൂർ പോലെ ഇത്ര ഗ്രാമീണ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന്, ഈ ഒരു കൊച്ചു വീട്ടിൽ നിന്ന് അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെ എത്രമാത്രം ഉയരങ്ങളിലേക്ക് പോയി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്കെല്ലാവർക്കും അദ്ദേഹം ഏറ്റവും മികച്ച ഒരു പ്രചോദനവും മാതൃകയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെയും അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിലൂടെയും
ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ഇന്നിപ്പോൾ തമിഴ്നാട്ടിലെയും അതുപോലെ തന്നെ ഒട്ടനവധി ആളുകളോട്, പ്രത്യേകിച്ച് പഴയ തലമുറയിൽപ്പെട്ട ആളുകളോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അദ്ദേഹത്തെ ഒരു മനുഷ്യനായിട്ടല്ല, മറിച്ച് അദ്ദേഹത്തെ ഒരു തുല്യമായ ഒരു വ്യക്തിയായിട്ടാണ് എല്ലാവരും കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ഏറ്റവും ഉയരങ്ങളിലേക്ക് പോയിട്ടും എപ്പോഴും താഴെ തട്ടിലുള്ള സാധാരണക്കാർക്ക് കയ്യെത്തി പിടിക്കാൻ കഴിയുന്ന അകലത്തിൽ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മാഹാത്മ്യം. ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ പല വ്യക്തികളും അവരുടെ അഹങ്കാരവും അഹംഭാവവും കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് അപ്രാപ്യമാവുന്ന സ്ഥാനങ്ങളിലേക്കൊക്കെ ആളുകൾ പോവാറുണ്ട്. പക്ഷെ അപൂർവം ചില വ്യക്തികൾ മാത്രമാണ് എത്ര ഉയരങ്ങളിൽ പോയാലും വിനയം എന്ന് പറയുന്ന 3 അക്ഷരത്തോടു കൂടി നമ്മുടെ ഈ മണ്ണിൽ കാല് ചവിട്ടി നിൽക്കുന്ന ലാളിത്യത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യത്തിലേക്ക് പോകാറുള്ളൂ. അത്തരം ഒരു മഹത് വ്യക്തിയാണ് MGR എന്ന് പറയുന്നത്. ഏവർക്കും നമസ്കാരം. പാലക്കാടിന്റെ ഒരു പൈതൃകം എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലേക്കാണ് മുന്നോട്ട് വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് MG രാമചന്ദ്രൻ എന്ന മഹത്തായ വ്യക്തിയെക്കുറിച്ച് പഠിക്കുവാനും പരിചയപ്പെടുവാനും, അതുപോലെ ഈ സ്ഥലത്തു നിന്ന്, ഈ വടവന്നൂരിലെ ഈ ജനിച്ചു വീണ ഈ സ്ഥലത്തു നിന്നും, അല്ലെങ്കിൽ ഇവിടെ ജീവിതം മുന്നോട്ട് വെച്ച ആ വ്യക്തിയുടെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പാലക്കാടിന്റെ ഒരു പൈതൃകത്തെ ഉണർത്തിക്കൊണ്ടുവരാനും, അതുപോലെ അദ്ദേഹത്തിന്റെ ജീവിതം വരുന്ന തലമുറകൾക്ക് മനസ്സിലാക്കുവാനും, ഇന്ന് രാഷ്ട്രീയ മേഖലയിലും അതുപോലെ തന്നെ സമൂഹത്തിന് നല്ലൊരു പ്രവർത്തനങ്ങൾ നയിക്കുന്ന ആൾക്കാരുടെ മുന്നില് തമിഴ്നാട്ടിലേക്ക് ചെന്ന് ആ തമിഴ്നാട്ടിന്റെ വൈഭവത്തെ ഉയർത്തി അവിടുത്തെ നാട്ടുകാരെ ഏകീകരിച്ചു കൊണ്ടുവന്ന് അവിടുത്തെ ചെറിയ സമൂഹം മുതൽ, അല്ലെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളെ വരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മഹത്തായ വ്യക്തിയാണ് MG രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന് മാർഗം നയിച്ചിരുന്ന സിനിമ വിഷൻ, അതിൽ ഓരോ ഭാഗങ്ങളും എടുത്തു നോക്കുന്ന സമയത്ത് 136-ലധികം സിനിമകൾ അദ്ദേഹം ജീവിതത്തിൽ അഭിനയിച്ചു. അഭിനയിക്കുക മാത്രമല്ല, അതൊരു ജീവിതമാക്കി നമുക്കെല്ലാവർക്കും പകർന്നു തന്നു എന്നുള്ളതാണ് സത്യം. செம்மல் புரட்சித் தலைவர் MGR அவர்களுடைய இன்று பிறந்தநாள் விழா நாடெங்கிலும் கொண்டாடப்படுகிறது. உலகமெங்கிலும், குறிப்பாக ஐயா எடப்பாடியார் அவர்களும், அதே போல கொங்கு மண்டலத்தினுடைய போர்ப்படை தளபதி SP வேலுமணி அவர்களின் அறிவுரைப்படி தமிழகத்திலும் கர்நாடகா, ஆந்திரா, கேரளா போன்ற மாநிலங்களில் ஐயாவினுடைய பொன்மனை செம்மல் MGRனுடைய பிறந்தநாள் விழா கொண்டாட வேண்டும் என்ற அறிவுரையின்படி இன்று பாலக்காடு மாவட்ட கழகத்திலும் எல்லா இடங்களிலும், ஒவ்வொரு ஊர்களிலும் தலைவனுடைய உருவப்படத்துக்கு மாலை அணிவித்து இனிப்புகள் வழங்கி நாங்கள் இங்கே வந்து கொண்டிருக்கின்றோம். நாங்கள் பாலக்காடு மாவட்ட கழகத்திலிருந்து இங்கே வருகை இருந்திருக்கின்றோம். மிக நல்ல ரீதியில் இங்கே MGRனுடைய விசுவாசிகள், அவருடைய பக்தர்கள் என்றுதான் சொல்ல வேண்டும். ஏனென்றால் சத்துணவு தந்த சரித்திர நாயகன், ஏழை எளிய மக்களினுடைய பாவங்களினுடைய பசி என்ன, பட்டினி என்ன என்பதையெல்லாம் தெரிந்து சத்துணவை கொண்டு வந்த சரித்திர நாயகன் தான் நமது தலைவர் அவர்கள் MGR അവர்கள். ഈ അവാർഡ് മഹേഷ് സാറിന് കിട്ടിയല്ലേ അതീവ സന്തോഷമുണ്ട്. എന്ന് വെച്ചാല് മരിച്ചാലും ജീവിച്ചിരിക്കുന്ന ഒരു മഹാവ്യക്തിയാണ് MGR സാർ. അദ്ദേഹത്തിന്റെ ഒരു അവാർഡ് നമ്മുടെ കേരളത്തിൽ ഒരു പുതുമയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് എൻ്റെ അറിവിൽ ഇന്ത്യയിൽ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടർ MGR അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം ഒരു 400-ൽ പരം ട്രെയിനുകൾ മദ്രാസിൽ നിന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഓരോ ട്രെയിൻ വരുമ്പോഴും പലതവണ അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ MGR എത്ര നമ്പർ വണ്ടി എന്ന് വിളിച്ചു പറഞ്ഞ് അനൗൺസ് ചെയ്ത് മരിച്ചാലും ജീവിച്ചിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് MGR സാറ്. അദ്ദേഹത്തിന്റെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് തന്നെ ഒരു അഭിമാനമാണ്. ശ്രീ മഹേഷ് വടക്കഞ്ചേരി. மூன்றெழுத்தில் அவர் பெயர் இருக்கும், அந்த பெயருக்குள்ளே பல உயிர் இருக்கும். உள்ளம் என்றொரு ஊர் இருக்கும், அந்த ஊருக்குள் நம் தலைவர் புகழ் இருக்கும். அவர்தான் நமது MGR, அவர்தான் நமது MGR.
அந்த மூன்றெழுத்தில் அவர் பெயர் இருக்கும், அந்த பெயருக்குள்ளே பல உயிர் இருக்கும். உள்ளம் என்றொரு ஊர் இருக்கும், அந்த ஊருக்குள் நம் தலைவன் புகழ் இருக்கும். பதவி வரும்போது பணிவு வர வேண்டும், துணிவு வர வேண்டும் தோழா. பாதை தவறாமல் பண்பு குறையாமல் பழகி வர வேண்டும் கோலா. அன்பே நமது எம்ஜிஆர், அறிவே நமது எம்ஜிஆர், உலகே நமது எம்ஜிஆர், ஒன்றே நமது எம்ஜிஆர். மூன்றெழுத்தில் அவர் பெயர் இருக்கும், அந்த பெயருக்குள்ளே பல உயிர் இருக்கும். உள்ளம் என்றொரு ஊர் இருக்கும், அந்த ஊருக்குள் நம் தலைவன் புகழ் இருக்கும். வாழை மலர் போல பூமி முகம் பார்க்கும் கோலை குணமாற்று தோழா. நாளை உயிர் போகும், இன்று போனாலும் கொள்கை நிறைவேற்று தோழா. அன்பே நமது எம்ஜிஆர், அறிவே நமது எம்ஜிஆர், உலகே நமது எம்ஜிஆர், ஒன்றே நமது எம்ஜிஆர். மூன்றெழுத்தில் அவர் பெயர் இருக்கும், அந்த பெயருக்குள்ளே பல உயிர் இருக்கும். உள்ளம் என்றொரு ஊர் இருக்கும், அந்த ஊருக்குள் நம் தலைவன் புகழ் இருக்கும். அவர்தான் நமது எம்ஜிஆர், அவர்தான் நமது எம்ஜிஆர். வணக்கம்.